എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. സംഭവം ഈ ഇൻട്രോ എടുക്കുന്നത് വീഡിയോ എടുത്തതിന് ശേഷം കേട്ടോ. ഒരു പകുതി എടുത്തതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് കടന്നാലോ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കളിക്കാൻ ഞാനോ? എൻ്റെ വയസ്സ് എത്ര അറിയാം എനിക്ക്? എത്ര? എൻ്റെ വയസ്സ് എത്ര? കാണിക്ക്. എൻ്റെ വയസ്സ് എത്ര? 4 അല്ല 2.75. എൻ്റെ വയസ്സ് എത്ര അറിയോ? എൻ്റെ വയസ്സ് എത്ര? 25 വയസ്സ്. ഞാൻ എൻ്റെ കൂടെ കളിക്കാൻ വരിക? എന്ത് കളി കളിക്കണ്ടേ? 25 വയസ്സിൽ ഞാൻ എൻ്റെ കൂടെ കാറും കൊണ്ട് കളിച്ചണോ? ഒളിച്ച് കളി കളിക്കണോ? ആരാ എൻ്റെ അടുത്ത് പറഞ്ഞേ ആപ്പ കളിക്കാൻ വരുന്നേ? ഇമ്മമ്മാൻ്റെ അടുത്ത് പോയി കളിക്കാൻ വരാം. അമ്മമ്മയുടെ അടുത്ത് കളിച്ചാൽ വരാൻ പറ. എന്നാ ഒളിച്ച് കളിക്ക്. ഒളിക്ക് ബത്തൂര് ഒളിക്ക്. 1 2 3 4 5 6 7 8 9 10. വരട്ടെ വരട്ടെ വരട്ടെ. ബത്തൂരിനെ കാണാനില്ലല്ലോ. ഇതിൻ്റെ അടിയിലുണ്ടോ ബത്തു? ഇതിൻ്റെ അടിയിൽ ബത്തുണ്ടോ? ബത്തൂനെ കാണാനില്ലല്ലോ. ഇതാരാ? ഇത് ബത്ത്? ഇത് ബത്താണ്? ഇത് ബത്ത്. കണ്ടു 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 കണ്ടു. ഒന്നും കൂടിയോ? ഒന്നുകൂടി ഒളിച്ചോ? ഒളിച്ചോ? ഒളിക്ക് ഒളിക്ക്. ബത്തൂനെ കാണാനില്ലല്ലോ. ബത്തൂനെ കാണാനില്ലല്ലോ. ബത്തൂല എവിടെ? ഇത് ബത്തൂല? ഇതാരാ? അപ്പോൾ നമ്മളുടെ അവസ്ഥ ഉണ്ട് പോലെ വേറൊന്നുമല്ല. നമ്മളുണ്ടല്ലോ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഗൾഫിൽ നിന്നോ അതുപോലെ ദൂര സ്ഥലത്തു നിന്നൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ദിവസത്തിന് ശേഷം നാട്ടിൽ വരുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും നമ്മളെ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതല്ലോ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിള്ളേർ എന്തിട്ടുണ്ടെങ്കിലോ ആ പിള്ളേരുടെ കളിപ്പാവായിട്ടോ നമ്മളുണ്ടാവുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. തീർച്ചയായും മാമന്മാരൊക്കെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടുതലും നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫിൽ കൂടുതൽ പോർഷൻസ് ഇവരുടെ കൂടെ കളിച്ചിരിച്ച് വീട്ടിനകത്ത് നിൽക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിൽ ഒരുത്തിയുണ്ട്. സത്യം പറഞ്ഞ വീട്ടിൽ 4 പേരുണ്ട് കേട്ടോ. 2 പേര് ചെറുതാണ്. പിന്നെ വേറെ ഒരുത്തിനെയാണ് ഇപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടത്. വേറെ ഒരുത്തിയുള്ളത് സ്കൂളിലോട്ട് പോയതാണ് കേട്ടോ. ബത്തൂന് അംഗനവാടി പോണോ? അംഗനവാടി പോണോ? അംഗനവാടി പോണോ? എന്നാ പോവാ? ഇപ്പൊ പോണോ? കൊണ്ടാക്കട്ടെ? അംഗനവാടിയിൽ ഇരിക്കേണ്ടി വരും. ആ ടീച്ചർ ഉണ്ടാവും. ടീച്ചർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അടിക്കും, പിച്ചും മാന്തും. ടീച്ചറ് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തല്ലു. കൊണ്ടാക്കട്ടെ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കൊണ്ടാക്കട്ടെ? ഉറപ്പാ? അംഗനവാടിക്ക് കൊണ്ടോട്ടെ. അംഗനവാടി ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചർ വന്നിക്കണ്. അവിടെ പോയി നോക്കാം പുറത്ത്. കൊണ്ടാനോ വന്നിക്കണ്. പോട്ടെ? അംഗനവാടി പോണ്ടേ? പോണ്ടേ? പോയി നോക്കി നോക്കാം. എന്നെ കൊണ്ടുപോകുമോ ചോദിച്ചു നോക്കാം. അംഗനവാടിക്ക് കൊണ്ടുപോകുമോ ചോദിച്ചു നോക്കാം. വാ
ചോദിച്ചോക്ക്. ഞാൻ അംഗനവാടി പോരട്ടെ ചോദിച്ചോക്കാം. അംഗനവാടി പോട്ടെ ചോദിച്ചോക്കാം. പോണോ? അംഗനവാടി പോണോ? കൊണ്ടാക്കട്ടെ? കൊണ്ടാക്കട്ടെ? നെക്സ്റ്റ് പരിപാടി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് എന്താ പറയുക, നമ്മളെ പെരയിൽ ചിക്കൻ കറി ഉമ്മ വെച്ചിരുന്നു. അപ്പോൾ അതിക്ക് സാധാ ചോറ് ചിക്കൻ കറിയിലൊരു കൂട്ടുമ്പോൾ ഒരു സുഖം കിട്ടില്ല. അപ്പം നമ്മൾ നേരെ ഒരു ഗീ റൈസാണ് പഠിച്ചാലോന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നേരെ ഗീ റൈസ് പടക്കാൻ പോകട്ടോ. ഗീ റൈസ് പടക്കണ വ്യക്തി ആരും ഒന്നുമില്ല, ഞാൻ കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് ഷെഫ് പിള്ള ഞാൻ കേട്ടോ. പിന്നെ നമ്മളെ വക ചിക്കൻ കറി ഉമ്മാൻ്റെ വക, നെയ്ച്ചോറ് എൻ്റെ വക. അപ്പോൾ നേരെ നമുക്ക് പരിപാടിക്ക് പോയാലോ. സംഭവം എവിടെ പാളിയെന്നറിയോ, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കുക്ക് ചെയ്യുന്ന വീഡിയോസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കറണ്ടാണ് പോയി ഗൈസ്. അതിലുള്ള സകല മൂഡും പോയി. വിശപ്പാണ് കൂടാൻ തുടങ്ങിയപ്പോഴേ നമ്മളതൊന്നും നോക്കിയില്ല കേട്ടോ. നമ്മളെ പ്ലേറ്റിലോട്ടാണ് തട്ടി നമ്മൾ തട്ടാൻ തുടങ്ങി. ഇടുക. അപ്പം എന്നാലേ കഴിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഈവനിങ് ആയപ്പോഴേ നമ്മുടെ നാട്ടിലെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ അക്കുടേറ്റ് പാലത്തിൻ്റെ മുകളിൽ പോയിരുന്നിട്ടോ. സത്യം പറഞ്ഞ ഒരു മൈൻഡ് റിലീഫ് സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ ഒരുപാട് മലയാള സിനിമകളിലൊക്കെ ഈ സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തിനു പറയാം, നമ്മുടെ മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമായ 2 വ്യക്തികളുണ്ടല്ലോ, നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും. ഓലൊക്കെ അഭിനയിച്ച ഒരുപാട് മൂവീസ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്പോട്ടിൽ. ക്യാമറ ഓണാക്കുന്നതിന് മുമ്പ് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ക്യാമറ ഓണാക്കിയപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. അതാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. ഇപ്പൊ ഇത് പറയില്ല എന്തിനു പാടാ പ്ലാന്. 15-ാം തീയതി പോവുക. നമ്മൾ ഇവിടുന്ന് ട്രെയിനിന് പോകും. ട്രെയിനോ? അല്ല, ബസ്സിന് പോയിട്ട് അവിടെ ബസ്സിന് പോകാൻ പറ്റില്ല. പട്ടണത്തിലേക്ക് ഇവിടുന്ന് ബസ് അവിടുന്ന് ബസ് ചാവും ചെങ്ങായി. അല്ലാണ്ട് നമ്മള് 5 മണിക്ക് അവിടെ നിന്ന് ബസ് നമ്മളവിടെ എത്തൂലല്ലോ. ഒരു കാര്യം ചെയ്യും, നമുക്ക് നടന്നു പോവാം. 2 ദിവസം പിടിക്കുള്ളൂ. നല്ല തീരുമാനമാണ്. ഞാനില്ല, ഞാൻ ഒഴിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ടീയോട് പോയാലോ? പോകുക എന്നപ്പോ 15-ാം തീയതി കേട്ടോ. അങ്ങനെ ഇവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടോ. ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം എന്തായാലും പോരായ്മകൾ മാത്രമല്ല ഈ ചെറിയ വീഡിയോ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. നമ്മുടെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുവരേക്കും ബൈ.